ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യോർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ നാളെ നമുക്ക് +1 എക്കണോമിക്സിൻ്റെ എക്സാം ഉണ്ട് അല്ലേ. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് മിസ് പറഞ്ഞു തരാം. ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾ പഠിച്ചിട്ട് പോകുകയാണെങ്കിൽ നാളത്തെ എക്സാമിലേക്ക് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ സെയിം എക്സാക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ല നാളെ വരുന്നത്, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. പക്ഷേ ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് അതിലുണ്ടാകും, അത് ഷുവറാണ്. അപ്പം നാളെ നിങ്ങൾ ഒന്നും പഠിക്കാത്തവർ ഇതിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ അവസാനം വരെ കാണാം കേട്ടോ. ഇതിലില്ലാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് പറയാം. അപ്പോൾ അതൊക്കെ കൂടി പഠിച്ചിട്ട് പോയാൽ എന്തായാലും നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നിട്ട് എക്സാം എഴുതി കഴിഞ്ഞിട്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, എക്സാം എളുപ്പമായിരുന്നു എന്നുള്ളത്. ഓക്കെ, അതിൽ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ 10 ക്വസ്റ്റ്യൻ തന്നിട്ട് ഏതെങ്കിലും 8 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരാം. അത് നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സിനെ പറ്റിയിട്ട് നല്ല രീതിക്ക് ഒരു നോളജ് ഉണ്ടെങ്കിലാണ് അത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സിമ്പിൾ ആയിട്ടുള്ളത് എക്കണോമിക്സിൻ്റെ ഫാദർ ആരാണ്, അങ്ങനെയുള്ള ഗാറ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ അതിൻ്റെ സക്സസർ, അതിനുള്ള നോർമൽ സിമ്പിൾ ക്വസ്റ്റ്യൻസും വരാം. ബട്ട് ഇത് തന്നെ എക്സാക്ട്ലി റിപ്പീറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. then ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യനെയർ പ്രീ ടെസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ പൈലറ്റ് സർവേ എന്നാണ് പറയുന്നത് കേട്ടോ, അത് നോക്കണം. പിന്നെ ഒരു ടേബിളിൻ്റെ പ്രിൻസിപ്പൽ കമ്പോണന്റ് എന്ന് പറയുന്നത് ടേബിൾ നമ്പർ ഉണ്ട്, ദെൻ ക്യാപ്ഷൻസ് ഉണ്ട്, ടൈറ്റിൽ ഉണ്ട്. സോ ഓൾ ഓഫ് ദീസ് ആണ് ഇതിന് ആൻസർ വരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു 10 ക്വസ്റ്റ്യൻ തന്നിട്ട് 8 എഴുതാൻ പറയും. അതിപ്പോൾ ഏത് വേണമെങ്കിലും വരാൻ നമുക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വരുന്നത് മുതലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 മാർക്കിൻ്റെ എന്തൊക്കെ ചോദിക്കാം. 2 മാർക്കിൻ്റെ ഒരു 4 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വരും. ഓക്കെ, 5 ക്വസ്റ്റ്യൻ ഉണ്ടാകും, അതിൽ 4 അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ അതിലേക്കായിട്ട് നമ്മൾ ഇതുവരെ ഒന്നും പഠിക്കാത്ത ആളുകൾ എന്ത് ചെയ്യണം, ഔട്ട്സോഴ്സിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, പിന്നെ ഫിസിക്കൽ ക്യാപിറ്റലും ഹ്യൂമൻ ക്യാപിറ്റലും തമ്മിലുള്ള 2 ഡിഫറൻസ്, 2 എക്സാമ്പിൾ ഇത്തവണ ചോദിച്ചു. സോ ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ അത് 2 ഡിഫറൻസ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ ഡിഫറൻസ് പഠിച്ചു വെക്കണം. റാൻഡം സാമ്പിളിംഗ് മെത്തേഡിൽ 2 ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ഒന്ന് നോക്കി വെച്ചേക്കാം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ റോള്, അതൊരു ഷുവർ ക്വസ്റ്റ്യൻ, അതില്ലാത്ത പേപ്പർ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ അത് എന്തായാലും പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കേണ്ടത് ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്കേഴ്സിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. കാഷ്വൽ വർക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഒരു എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ. അപ്പോൾ ആ ചാപ്റ്ററിൽ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും പഠിക്കണം കേട്ടോ. പിന്നെ നമ്മളോട് ഇവിടെ 2 മാർക്സിലേക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ പറയുന്ന ഗ്രീൻ റവല്യൂഷൻ്റെ ഏതെങ്കിലും 2 അഡ്വാൻറ്റേജ്, പിന്നെ അതേപോലെ തന്നെ ഗ്രീൻ റവല്യൂഷൻ്റെ ഏതെങ്കിലും 2 അഡ്വാൻറ്റേജ് ചോദിച്ചേക്കാം. പിന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് 5 ഇയർ പോളിസി ഉണ്ടല്ലോ, 5 ഇയർ പ്ലാൻ ഉണ്ടല്ലോ, 5 ഇയർ പ്ലാനിൻ്റെ ആ മാറ്റേഴ്സ് എന്തായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഗോൾസ് ഒരു 4 വരുന്നുണ്ടല്ലോ, അത് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് 2 മാർക്കിലേക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് 4 അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. ഇങ്ങനത്തെ വരുന്നെങ്കിൽ ഇത് എന്തായാലും അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഇത് ഇപ്പോൾ നമ്മളോട് ഇതിനെ പറ്റിയിട്ട് അനലൈസ് ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് എന്ത് പറയാം, റൂറലിനെ വെച്ച് നോക്കുമ്പോൾ റൂറൽ നമ്മൾ വർക്ക് ഫോഴ്സ് നോക്കുമ്പോൾ റൂറൽ മെയിലാണ് അർബൻ മെയിലിനെക്കാളും കൂടുതലുള്ളത്. എഴുതാൻ പാടില്ല സിമ്പിൾ ഇംഗ്ലീഷിൽ. ദെൻ റൂറൽ ഫീമെയിൽ 69% വർക്കിന് പോകുന്നുണ്ട്, അപ്പോൾ അത് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ജസ്റ്റ് അനലൈസ് ചെയ്തിട്ട് 4 മാർക്കല്ലേ, 4 സെൻറ്റൻസ് എഴുതി വെച്ചാണല്ലോ. മെയിലിനെ പറ്റിയിട്ട് പറയാം, ഫീമെയിലിനെ പറ്റിയിട്ട് പറയാം, റൂറൽ പറയാം, അർബൻ പറയാം, എന്നിട്ട് ടോട്ടൽ കൂടി പറഞ്ഞാൽ 5 സെൻറ്റൻസ് കിട്ടും. 4 മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടും. പിന്നെ കാറ്റഗറൈസേഷൻ ഓഫ് പുവറിൻ്റെ കാറ്റഗറൈസേഷൻ പല സൈസ് ഉണ്ടല്ലോ, ചേർണിംഗ് പുവർ, ആബ്സല്യൂട്ട് പുവർ ഒക്കെ ഉണ്ടല്ലോ, അത് പഠിക്കണം. പിന്നെ ഇത് എന്തായാലും പഠിച്ചു വെച്ചേക്കാം. ഇതൊക്കെ 4 മാർക്കിന് വന്നാൽ ഒരുപാട് സമയമൊന്നും പോകാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കൺവേർട്ട് ഇൻക്ലൂസീവ് സീരീസ് ഇൻറ്റു എക്സ്ക്ലൂസീവ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് 0 to 10, 10 to 20, 20 to 30 ഇങ്ങനെ എക്സ്ക്ലൂസീവ് ആക്കുന്നത്. അപ്പോൾ ഇതിനെങ്ങനെ എക്സ്ക്ലൂസീവ് ആക്കാം, ഇത് വേണമെങ്കിൽ മിസ് ഇവിടെ സോൾവ് ചെയ്ത് തരാം. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കാം, അല്ലെങ്കിൽ ഇത് രണ്ടും തമ്മിലോ ഇങ്ങനെ ഡയഗണലായിട്ട് ഡിഫറൻസ് എടുക്കാം. 15ൻ്റെ 14ൻ്റെ ഡിഫറൻസ് എത്ര, 1 1ൻ്റെ പകുതി എത്രയാണ്, by 2 ചെയ്യുമ്പോൾ 0.5. ഇത് കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ ഈ ഭാഗത്തെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, 0.5 ഇവിടെ 0.5 ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ 0.5 ആഡ് ചെയ്യണം. ഇവിടെ മൈനസ് ചെയ്യുക, ഇവിടെ ആഡ് ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും, ഇവിടെ ആകുമ്പോൾ 14.5 എന്ന് വരും. ഇവിടെയാണെങ്കിലോ 19
സോറി ഇവിടെ 14.5 വരും, ഇവിടെ 19 പോയിന്റ് വരും. 20 0.5 കുറയ്ക്കുമ്പോൾ 19.5, 24 കൂടെ കൂട്ടുമ്പോൾ 24.5, 25 കുറയ്ക്കുമ്പോൾ 24.5, 29 കൂടെ കൂട്ടുമ്പോൾ 29.5, 30 കുറയ്ക്കുമ്പോൾ 29.5, 34 കൂടെ കൂട്ടുമ്പോൾ 34.5. അപ്പോൾ നോക്കിയേ 0.5 to 14.5, 14.5 to 19.5, 19.5 to 24.5, 24.5 to 29, അങ്ങനെ ഈ എക്സ്ക്ലൂസീവ് ആയിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ അങ്ങനെയാണ് സീരീസിനെ മാറ്റുന്നത് കേട്ടോ. അതെന്തായാലും പഠിച്ചൊരു പോണേ, അതെന്തായാലും ചോദിക്കും. പിന്നെ ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ബെനിഫിറ്റ്സ്, പിന്നെ അതേപോലെ തന്നെ ഗ്രീൻ റെവല്യൂഷൻ്റെ ബെനിഫിറ്റ്സ്, പിന്നെ അതേപോലെ തന്നെ സബ്സിഡീസിൻ്റെ ആർഗ്യുമെൻറ്റ്സ്, ഇതൊക്കെ പഠിച്ചു വെച്ചേക്കാം. അതും ഈ ഭാഗത്ത് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. റീസൺസ് ഫോർ ദ സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ സെക്ടർ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് കാർഷിക മേഖല മുരടിച്ചു പോകുന്നതിൻ്റെ കാരണങ്ങൾ വരുന്നുണ്ടല്ലോ, അതിവിടെ പഠിക്കണം. അതേപോലെ തന്നെ സബ്സിഡീസ് നമ്മളിവിടെ പറഞ്ഞു അല്ലേ, സബ്സിഡീസ് ഓൾറെഡി പറഞ്ഞു. പിന്നെ ഇവിടെ 4 മാർക്കിന് ചോദിക്കാവുന്നത് ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻ ചോദിക്കാം കേട്ടോ. ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻ ചോദിക്കാം, അത് പഠിച്ചിട്ട് പോകണം. പിന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് 4 മാർക്കിന് 4 ചോദ്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ 3 മാർക്കായിരുന്നു അല്ലേ, ഇവിടെ 4 മാർക്കിൻ്റെ. അപ്പോൾ ഇത് നമ്മളോട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി ചോദിച്ചേക്കാം. അപ്പോൾ പൈ ഡയഗ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? പൈ ഡയഗ്രം എന്ന് വെച്ചാൽ ഒരു സർക്കിളിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതാണ്. സ്ഥലത്തിൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യുന്നതിന് സ്പേഷ്യൽ എന്ന് പറയും. ദെൻ 2 ഡയമെൻഷണൽ ഡയഗ്രാം വരുന്നത് ഹിസ്റ്റോഗ്രാം ആണ്. ആട്രിബ്യൂട്ട് അനുസരിച്ച് ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നത് ക്വാളിറ്റേറ്റീവ് ആണ്. LPGയിൽ പ്രൈവറ്റൈസേഷൻ്റെ റോള് ചോദിക്കും. അതുപോലെ തന്നെ ലിബറലൈസേഷനും ചോദിച്ചേക്കാം. ഏതൊക്കെ മേഖലയിൽ ലിബറലൈസ് ചെയ്തു? അഗ്രികൾച്ചർ സെക്ടറിൽ എന്താ ചെയ്തത്, ഇൻഡസ്ട്രിയൽ സെക്ടറിൽ എന്താ ചെയ്തത്, ടാക്സ് സെക്ടറിൽ എന്താ ചെയ്തത്, അങ്ങനെ ഫോറിൻ എക്സ്ചേഞ്ച് സെക്ടറിൽ എന്താ ചെയ്തു. ഇതെല്ലാം മുഴുവനും പഠിച്ചില്ലെങ്കിലും എല്ലാത്തിനും ഒരു 4 പോയിന്റ് വെച്ച് പഠിക്കാം. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാന്ന് തന്നെ വേണം പറയാം. അപ്പോൾ അതെന്തായാലും പഠിക്കണം. പിന്നെ 5 ഇയർ പ്ലാൻ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു. ഗോൾസ്, പ്രൈമറി ഡേറ്റയും സെക്കൻഡറി ഡേറ്റയും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. പ്രൈമറി ഡേറ്റയുടെ 3 സോഴ്സസ് ഉണ്ട്. മെയിലിംഗ് ക്വസ്റ്റ്യനെയർ, പേഴ്സണൽ ഇൻ്റർവ്യൂ, ടെലിഫോണിക് കോൺവെർസേഷൻ, അത് പഠിക്കണം. പിന്നെ സെക്കൻഡറി ഡേറ്റയുടെ സോഴ്സും ആ ഏജൻസീസും പഠിക്കണം. അപ്പോൾ ഇവിടെ സെക്കൻഡറി ചോദിച്ചിട്ടുള്ളെങ്കിലും പ്രൈമറി ഡേറ്റയും പഠിക്കണം, സെക്കൻഡറി ഡേറ്റയും നിങ്ങൾ പഠിക്കണം കേട്ടോ. ദ്വിതീയ തത്വം, പ്രാഥമിക തത്വം, അത് രണ്ടും പഠിക്കണം കേട്ടോ. പിന്നെ നമ്മളോട് ചോദിക്കാവുന്നത് 5 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസ് ആണ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് 8 മാർക്കിലേക്ക് എന്തായാലും ചോദിക്കുന്ന ഒരു ചോദ്യം. ഇവിടെ അത് 5 മാർക്കിന് ചോദിച്ചു, പക്ഷെ 8 മാർക്കിലേക്ക് എന്തായാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അത് പഠിക്കണം. പിന്നെ റീഫോം ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ എങ്ങനെ റീഫോം ചെയ്തു, അവിടെ എന്തൊക്കെയാണ് ഈ NEP കൊണ്ടുവന്നുകൊണ്ട് വന്ന മാറ്റങ്ങൾ എന്താണെന്നുള്ളത് അതും നോക്കി വയ്ക്കണം. ദെൻ സെൻസസ് സർവേയും സാമ്പിൾ സർവേയും തമ്മിലുള്ള ഡിഫറൻസ് എന്തായാലും പഠിക്കണം. പിന്നെ പ്രോബ്ലം വൈസ് നോക്കുകയാണെങ്കിൽ ഇത് ഷുവർ ആണ്, ഇത് ഉണ്ടാവും. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, എക്സ്ക്ലൂസീവ് മെത്തേഡ് ഭയങ്കര എളുപ്പമല്ലേ. നമ്മൾ ഓൾറെഡി അതിൻ്റെ ഒക്കെ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് നോക്കി നിങ്ങൾ ആ പ്രോബ്ലംസ് പഠിച്ചാൽ മതി. അത് പിന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് സമയം കളയണ്ടല്ലോ. ഇത് ഞാൻ അതിൽ വളരെ വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ട്, സിമ്പിളായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പഠിക്കുക, ഇത് ചെയ്താൽ 5 മാർക്ക് സിമ്പിളായിട്ട് കിട്ടും. അങ്ങനെ കാൽക്കുലേഷൻസ് ഒന്നും നമുക്കിവിടെ ആവശ്യമില്ല. പിന്നെ ഇതും ഭയങ്കരമായിട്ട് ഷുവർ ക്വസ്റ്റ്യൻ, അതായത് ഇതൊക്കെ നിങ്ങളുടെ ചോദ്യപേപ്പറിൽ ഉണ്ടാവും, നാളത്തെ പേപ്പറിൽ ഉണ്ടാവും. അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാൻ ഗവൺമെൻറ് എടുത്തിട്ടുള്ള മെഷേഴ്സ് എന്തൊക്കെയാണ്, 2 ഓൾട്ടർനേറ്റീവ് മാർക്കറ്റിംഗ് ചാനൽ എന്തൊക്കെയാണെന്നുള്ളത് അതും എന്തായാലും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. പിന്നെ 8 മാർക്കിൻ്റെ ഒജീസ് വരച്ചിട്ട് മീഡിയൻ കാണാൻ 8 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് പഠിച്ചോളാം, അതെന്തായാലും പഠിക്കാം കേട്ടോ. ഒജീസ് വരച്ചിട്ട് മീഡിയൻ കാണാൻ ചോദിക്കാറുണ്ട്. പിന്നെ ചോദിക്കാറ് മീൻ മീഡിയൻ മോഡ്, ഇത് രണ്ടും ഷുവറാണ്. ഒജീവും ഷുവറാണ്, മീൻ മീഡിയൻ മോഡ് 8 മാർക്കിന് ഷുവറാണ്. പിന്നെ ഇവിടെ ചോദിക്കാവുന്നത്, ഇവിടെ അഗ്രികൾച്ചർ സെക്ടറും സബ്സിഡിയുടെ ആർഗ്യുമെന്റ്സോ ചോദിച്ചത്. പിന്നെ ഇവിടെ കൂടുതൽ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാംസ് ആണ് കൂടുതലും ചോദിക്കുന്നത്. അതാണ് 8 മാർക്കിന് ചോദിക്കുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉണ്ടല്ലോ, അതിന്റെ പല പല വേസ് ഉണ്ടല്ലോ, CNG ഉപയോഗിക്കുക, സോളാർ ഉപയോഗിക്കുക, അങ്ങനെ വരുന്നത് അതെന്തായാലും പഠിക്കണം. അതായിരിക്കാം മേ ബി 8 മാർക്കിലേക്ക് ഇനി ഇത്തവണ ചോദിക്കാൻ പോകുന്ന ചോദ്യം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇതുവരെ ഒന്നും പഠിക്കാത്തവർ, ഇനിയാണെങ്കിൽ സമയമുണ്ട്, ഇപ്പോൾ തന്നെ മുതൽ അങ്ങോട്ട് തുടങ്ങിയാൽ മതി. ഇത്രയും ക്വസ്റ്റ്യൻ പഠിച്ചാൽ നാളത്തെ എക്സാം പാസ്സാവുന്നുള്ളത് ഷുവർ ആയിട്ടുള്ള ഒരു കാര്യം. കാരണം ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും, നിങ്ങൾ നോക്കിക്കോ. എന്നിട്ട് നാളെ താഴെ വന്ന വീഡിയോക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.